14-ാം തീയതി രാത്രി സിനിമ കണ്ടു മടങ്ങും വഴിയാണ് നക്രാഞ്ചിറയിൽ വെച്ച് വെള്ളനാട് സ്വദേശികളായ വിഷ്ണുവിനെയും മനുവിനെയും രണ്ടംഗ സംഘം ആക്രമിക്കുന്നത്. തങ്ങൾ ഷാഡോ പോലീസ് ആണെന്നും കൂടെ വരണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ യുവാക്കൾ ഇത് നിരസിച്ചു. തുടർന്ന് രാജേഷും കൂട്ടാളിയും യുവാക്കൾക്ക് നേരെ കത്തിവീശി നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റി. നമുക്ക് ആരും ഇല്ലെന്നാണ് വിചാരിച്ചിട്ട് അടിച്ചെന്ന് തോന്നും. ചോദിക്കാന്ന് വെച്ചാൽ കേസ് കൊടുക്കാനോ കാണൂലെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചത്. അവരെന്നിട്ട് നമ്മളെ അടിച്ച് കയ്യിൽ ഫോണും എല്ലാം എടുത്തുകൊണ്ട് പോയി. പൈസ ചില്ലറ പൈസ കിടന്നു അതൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോയി. നമ്മളതൊന്നും വിചാരിച്ചില്ല. പിന്നീട് നമ്മളെ അടിച്ച് ഒലാക്കി കഴിഞ്ഞ് എൻ്റെ തലമണ്ട പൊട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ്റെ ദേഹത്ത് വണ്ടി 2 തവണ ഇറക്കി ലോക്ക് ചെയ്ത് പിടിച്ച് വെച്ചിട്ട് അവന്മാർ വണ്ടി പൂവച്ചൽ കാപ്പിക്കാട് ഭാഗത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ വണ്ടി നിർത്തിയ സംഘം 2 പേരെയും ക്രൂരമായി മർദ്ദിച്ചു. പണവും മൊബൈൽ ഫോണും തട്ടിപ്പറിച്ചു. തടയാൻ ശ്രമിച്ച വിഷ്ണുവിന്റെ പുറത്തുകൂടി ബൈക്ക് കയറ്റി ഇറക്കി. ഇടിവള ഉപയോഗിച്ച ശരീരമാസകലം ഇടിച്ചു. മർദ്ദനത്തിൽ 2 പേർക്കും കൈകൾക്ക് പൊട്ടലും സംഭവിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്തു നിന്നും ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ വെള്ളനാട് എത്താറായപ്പോൾ അക്രമികൾ പിന്തുടർന്നു വന്ന് വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി യുവാക്കൾ പറയുന്നു. അക്രമികളുമായി മുൻപരിചയമില്ലെന്നും ഇവരെ കണ്ടാൽ തിരിച്ചറിയാമെന്നും യുവാക്കൾ മൊഴി നൽകിയിരുന്നു. യുവാക്കളുടെ പരാതിയിന്മേൽ കാട്ടാക്കട പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടെ ഇന്നാണ് പ്രതികളിൽ ഒരാളായ ഉറിയാങ്കോട് മാങ്കുഴി സ്വദേശി രാജേഷ് പിടിയിലാവുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.